ഇസ്രായേൽ എന്ന രാജ്യസ്ഥാപനത്തിൻ്റെ അത്ര തന്നെ പഴക്കമുണ്ട് ആ ജൂതരാഷ്ട്രത്തിൻ്റെ ലെബനീസ് അധിനിവേശത്തിനും. 1943 ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ലബനാനിൽ അന്നത്തെ പാലസ്തീനിൽ വർദ്ധിച്ചു വരുന്ന ജൂത അസ്തിത്വത്തോട് പുലർത്തേണ്ട നിലപാടിൽ ഭിന്നത രൂപപ്പെട്ടിരുന്നു. പാശ്ചാത്യ പ്രേരണയാൽ വലതുപക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷങ്ങളും ക്രൈസ്തവരും ചേർന്ന് ഒരു വലതുപക്ഷ ക്രൈസ്തവ രാജ്യം സൃഷ്ടിച്ച് ജൂതരുമായി സഹകരിക്കണം എന്ന നിലപാടിലായിരുന്നു ലബനാനിലെ വലതുപക്ഷം. എന്നാൽ ലബനാന്റെ സ്ഥാപക നേതാക്കൾക്കും മറ്റു ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും ഇടതുപക്ഷത്തിനും ഈ നിലപാടിനോട് യോജിപ്പില്ലായിരുന്നു. കാലങ്ങളായി തുടരുന്ന അറബ് ഐക്യത്തിൽ നിലകൊള്ളാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. 1948 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ പിന്തുണയോടുകൂടി മെയ് 14 ഇസ്രായേൽ എന്ന ജൂത സയനിസ്റ്റ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. തൊട്ടടുത്ത ദിവസം തന്നെ അത് അംഗീകരിക്കാതിരുന്ന ലബനോനടങ്ങുന്ന അറബ് സഖ്യം ഇസ്രായേലിനെ കടന്നാക്രമിച്ചു. ഈ ആക്രമണം മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്ന ഇസ്രായേലിന് ഇത് ഫലപ്രദമായി ചെറുക്കാൻ കഴിയുകയും ദക്ഷിണ ലബനാനിലേക്ക് കടന്നു കയറി ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് 1949 മാർച്ച് 23 UN-ന്റെ നേതൃത്വത്തിലുള്ള കരാർ പ്രകാരം ദക്ഷിണ ലബനാനിലെ അധിനിവേശ പ്രദേശങ്ങൾ വിട്ട് ജൂത സൈന്യം അവർ സ്വയം രേഖപ്പെടുത്തിയ അതിർത്തികളിലേക്ക് മടങ്ങി. എന്നാൽ യഹൂദരാഷ്ട്ര സ്ഥാപനവും അറബ് രാഷ്ട്ര സേനയുടെ പരാജയവും കാരണം പിറന്ന മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെട്ട പാലസ്തീനികളിൽ ദേശീയ ബോധം തിരികൊളുത്തുകയും അവർ സംഘടിച്ച് ഫത്തായുടെ നേതൃത്വത്തിൽ ജോർദാനും ദക്ഷിണ ലബനാനും സിറിയയ്ക്കും മധ്യേ കേന്ദ്രീകരിച്ച് സ്വതന്ത്ര പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു. 1949 മുതൽ 1965 ഫത്താഹിൻ്റെ രൂപീകരണം വരെ UN-ന്റെ സാന്നിധ്യത്തിൽ ശാന്തമായിരുന്ന ദക്ഷിണ ലബനാൻ ഇസ്രായേൽ അതിർത്തി വീണ്ടും മിന്നൽ ആക്രമണങ്ങൾ കൊണ്ട് സംഘർഷഭരിതമായി. ഫത്ത പോരാളികൾ അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക സാന്നിധ്യങ്ങൾക്ക് നേരെയും ഇസ്രായേൽ സൈന്യം ഫത്ത ശക്തി കേന്ദ്രങ്ങൾക്കെതിരെയും പരസ്പരം അതിർത്തിയിൽ കടന്ന് ഏറ്റുമുട്ടലുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു വേള ലബനീസ് സൈന്യം ഇത് അവസാനിപ്പിക്കാൻ ഒരു ഇടപെടൽ നടത്താൻ ശ്രമിച്ചെങ്കിലും രാഷ്ട്രീയപരമായ ലബനീസിലെ ഭിന്നിപ്പ് അതിന് തടസ്സമായി. ഇതിനു പുറമെ 1967 അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ നിലനിന്നിരുന്ന വൈര്യം വീണ്ടും ഒരു യുദ്ധത്തിൽ കലാശിച്ചു. 6 ദിന യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട ആ യുദ്ധത്തിൽ ലബനാൻ ഉൾപ്പെട്ട അറബ് സഖ്യം വീണ്ടും പരാജയപ്പെട്ടു. യഹൂദസേന ജെറൂസലേം അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും പാലസ്തീനികളെ പുറത്താക്കുകയും അവരിൽ വലിയൊരു ഭൂരിപക്ഷം ദക്ഷിണ ലബനാനിൽ അഭയാർത്ഥികളാവുകയും ചെയ്തു. ഇത് വീണ്ടും അതിർത്തി സംഘർഷങ്ങൾ വർദ്ധിക്കാൻ കാരണമായി. 1968 ഫത്താ നേതാവ് യാസർ അറഫാത്തിൻ്റെ നേതൃത്വത്തിൽ 14 പോരാട്ട സംഘടനകൾ ലയിച്ച് PLO എന്ന പാലസ്തീൻ വിമോചന പ്രസ്ഥാനം രൂപം കൊണ്ടു. 1969 നവംബർ 2 PLO നേതാവ് അറാഫാത്തിൻ്റെയും ലബനാൻ ആർമി ജനറൽ എമിൽ ബുസ്താനിയുടെയും നേതൃത്വത്തിൽ പ്രതിനിധികൾ കെയ്റോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം ലബനാനിലെ 16 പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളുടെ നിയന്ത്രണം PLO സൃഷ്ടിച്ച പാലസ്തീൻ സായുധ സമര കമാൻഡിന് കൈമാറി. ലബനാനിൽ നിന്നും അധിനിവേശ പാലസ്തീനിലേക്ക് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് കെയ്റോ കരാർ PLOയ്ക്ക് ഔദ്യോഗികമായി അംഗീകാരം നൽകി. ജോർദാനിലെ ബ്ലാക്ക് സെപ്റ്റംബർ പ്രതിസന്ധി കൂടി ആയപ്പോൾ PLOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തനങ്ങളും ദക്ഷിണ ലബനാനിലേക്ക് മാറ്റപ്പെടാൻ അവർ നിർബന്ധിതരായി. അതോടെ ഇസ്രായേൽ അപകടം മണത്തു. PLOയുടെ ശക്തി ക്ഷയിപ്പിക്കാൻ 1973 ഓപ്പറേഷൻ വ്രാത്തിൻ്റെ ഭാഗമായി രാത്രിയുടെ മറവിൽ കടലിലൂടെ PLO ക്യാമ്പിൽ നുഴഞ്ഞു കയറിയ ഇസ്രായേലി സൈന്യം
3 പ്രധാന PLO നേതാക്കളെ കൊന്നുകളഞ്ഞു. ഇതിന്റെ പ്രതികാരണമായി ശക്തമായി തിരിച്ചടിച്ച PLOയുടെ ആക്രമണത്തിൽ സഹികെട്ട് ഇസ്രായേൽ ഈ ആക്രമണം മറയാക്കി 1978 ദക്ഷിണ ലബനാനിലേക്ക് കടന്നു കയറാൻ ആരംഭിച്ചു. ലിറ്റാനി നദി വരെ നീങ്ങിയ അവരെ UN സമാധാന സേന തടയുകയും അവിടേക്ക് വീണ്ടും സൈനിക സമാധാന സേനകളുടെ വിന്യാസം ഉറപ്പുവരുത്തുകയും ചെയ്തു. സ്വന്തം അതിർത്തിയിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതരായ ജൂതപ്പട ലബനാനിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ ഭിന്നത മുതലെടുത്ത് ദക്ഷിണ ലബനാനു വേണ്ടി വാദിക്കുന്ന സൗത്ത് ലബനീസ് ആർമിയെ PLOയ്ക്ക് എതിരെയും അതിർത്തിയുടെ നിയന്ത്രണം സ്വന്തമാക്കാനും ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് നിരന്തരമായ സംഘർഷങ്ങളിലേക്കാണ് ആ ഭൂവിഭാഗത്തെ കൊണ്ടെത്തിച്ചത്. അതിനിടയിൽ 1973 യോം കിപ്പൂർ യുദ്ധത്തിൽ നിലപരിങ്ങലിലായ ഇസ്രായേൽ ഈജിപ്തുമായി സമാധാന കരാർ ഒപ്പിടാൻ നിർബന്ധിതമായി. അതോടെ തെക്കുഭാഗത്തുള്ള വലിയ ശത്രുവിൻ്റെ ഭീഷണി ഇസ്രായേലിന് ഒഴിഞ്ഞതോടുകൂടി തങ്ങളുടെ വടക്കൻ അതിർത്തിയിലെ ഭീഷണി പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഉറപ്പിച്ച് 1982 ഏകപക്ഷീയമായി ഇസ്രായേൽ ദക്ഷിണ ലബനാനിലേക്ക് വീണ്ടും അധിനിവേശം ആരംഭിച്ചു. PLO ശക്തി കേന്ദ്രങ്ങൾ ഓരോന്നായി തകർത്ത് പടിഞ്ഞാറൻ ബെയ്റൂട്ടിലെ പാലസ്തീൻ അനുകൂല മേഖലകൾ കൂടി പിടിച്ചെടുത്ത് അവർ അവിടെ ഉപരോധം തീർത്തു. ഒടുവിൽ വീണ്ടും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഇസ്രായേലിന് ഉപരോധം നിർത്തേണ്ടി വന്നെങ്കിലും PLOയുടെ ലബനാനിലെ ചെറുത്തുനിൽപ്പുകൾക്ക് അവസാനം വരുത്താനുള്ള ഉപാധികൾ മുന്നോട്ട് വയ്ക്കാൻ അവർക്കായി. വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ ലബനാനിന്റെ സുരക്ഷയെ മുൻകരുതി അവിടം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഉപേക്ഷിക്കാൻ PLO നിർബന്ധിതരായി. തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ രാഷ്ട്രീയ വിജയം നേടിയ സയനിസ്റ്റുകൾക്ക് പിന്നീട് ശ്രമിച്ചത് ലബനോനെ വർഗീയമായി വിഭജിച്ച് അസ്ഥിരപ്പെടുത്തി തങ്ങളുടെ വടക്കൻ അതിർത്തി സംരക്ഷിക്കാനാണ്. അതിനവർ ആദ്യം ചെയ്തത് സൗത്ത് ലബനാനിന്റെ നിയന്ത്രണം യഹൂദ പക്ഷക്കാരായ സൗത്ത് ലബനീസ് ആർമി എന്ന തീവ്ര ക്രൈസ്തവ വലതുപക്ഷ മിലീഷ്യയെ ഏൽപ്പിച്ച് സെക്യൂരിറ്റി സോൺ എന്ന പേരിൽ അതിർത്തിയിൽ ഒരു മേഖല തിരിച്ച് അവിടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും SLAക്ക് ആളും അർത്ഥവും നൽകി പരിപോഷിപ്പിക്കുകയുമാണ്. എന്നാൽ ഈ നടപടി ലബനോൻ ജനത്തിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. സുന്നികളും ഷിയാക്കളും ക്രൈസ്തവരും അടങ്ങിയ ആ സമൂഹം അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന അധിനിവേശമായിട്ടാണ് ഇതിനെ കണ്ടത്. അതുവരെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന പല പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ സംഘടിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായത് ആ മേഖലയിലെ ഒരു പ്രബല ശക്തിയായ ഷിയാക്കളായിരുന്നു. അതുവരെ സുന്നികളായ പാലസ്തീനികളുടെ വിമോചന പോരാട്ടമായി മാത്രം കണ്ട് മാനസിക പിന്തുണ മാത്രം നൽകി പോന്നിരുന്ന അവർക്ക് തങ്ങളുടെ ഭൂപ്രദേശത്തെ ഈ വേർതിരിവുകൾ അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഈ അസ്വസ്ഥത ഇസ്രായേലിൻ്റെ ദക്ഷിണ ലബനാനിലെ യഥാർത്ഥ എതിരാളിയുടെ പിറവിക്ക് കാരണമായി. അതായിരുന്നു ഹെസ്ബുള്ള. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് വെടിമരുന്ന് പകർന്നുകൊണ്ട് ഉത്തര ലബനാനിലെ ഇസ്രായേൽ അനുകൂല മിലീഷ്യയായ ലബനീസ് ഫോഴ്സിൻ്റെ നേതാവും നിയുക്ത പ്രസിഡന്റുമായ ബഷീർ ഖമേലിനെ ഇസ്രായേലിന് ഒപ്പം ചേർന്ന് ലബനാനെ ശിഥിലപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് സിറിയൻ സോഷ്യൽ നാഷണലിസ്റ്റ് പാർട്ടി അംഗം കൊലപ്പെടുത്തി. ഈ അവസരം മുതലെടുത്ത് ഇസ്രായേൽ 2 ദിവസത്തിനു ശേഷം ലബനീസ് ഫോഴ്സ് നേതാവ് എലി ഹെബൈക്കിന് സകല സഹായവും വാഗ്ദാനം ചെയ്ത് വലതുപക്ഷ ക്രിസ്ത്യൻ ശക്തികളെ അണിനിരത്തി രാജ്യത്ത് പ്രതികാര കലാപം അഴിച്ചുവിട്ടു. 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് പാലസ്തീനികളെയും ലബനീസ് ഷിയാക്കളെയും കൊന്നു തള്ളിക്കൊണ്ട് അവർ ഇസ്രായേലിനോട് കൂറ് കാണിച്ചു. പിൽക്കാലത്ത് ഷബ്ര ഷദില കൂട്ടക്കൊല എന്ന് അറിയപ്പെട്ട സംഭവം ഇസ്രായേലിന് പറ്റിയ തന്ത്രപരമായ ഒരു പിഴവായിരുന്നു. ചില കണക്കുകൾ പ്രകാരം
മരണസംഖ്യ 2000 മുതൽ 3500 വരെ ആയിരുന്നു എന്നായിരുന്നു പൊതുവെയുള്ള നിരീക്ഷണം. ലബനീസ് ജനതയ്ക്കിടയിൽ അവിശ്വാസം വളർത്തി അവരെ ആഭ്യന്തര കലഹങ്ങളിൽ തളച്ചിടാൻ പദ്ധതിയിട്ട സയനിസ്റ്റുകളുടെ സകല പദ്ധതികളും കാറ്റിൽ പറത്തി. ലബനീസ് സ്വത്വത്തിലും ദേശീയ ബോധത്തിലും പാലസ്തീൻ ഐക്യദാർഢ്യത്തിലും അഭിപ്രായ ഭിന്നതകൾ മറന്ന് ലബനീസ് ജനത പോരാടാൻ ഒന്നിച്ചു. അന്താരാഷ്ട്ര കരാർ പ്രകാരം PLOയുടെ പിന്മാറ്റത്തോടെ ദിശ നഷ്ടപ്പെട്ട ലബനാനിലെ പാലസ്തീൻ ജനതയെയും പോരാളികളെയും സിറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ ഏകോപിപ്പിച്ചപ്പോൾ സബ്ര, സദില കൂട്ടക്കൊലകളുടെ വികാരങ്ങളിൽ നിന്നും ഉയർന്ന ഷിയ അമൽ മൂവ്മെന്റ് ശൈശവദശയിലായിരുന്ന ഹിസ്ബുല്ലയിലേക്ക് ഷിയ യുവാക്കളെ വൻതോതിൽ ആകർഷിച്ചു. ഷിയ ഇസ്ലാമിക് വിപ്ലവാനന്തര ഇറാന്റെയും അലവി ഷിയ ഭരണത്തിലേറിയ സിറിയയുടെയും പിന്തുണ കൂടി ആയപ്പോൾ ഹിസ്ബുല്ല ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് വളർന്നു. എന്തിനും സജ്ജരായി അവർ ആയുധമണിഞ്ഞു. ഇടതുപക്ഷ ചായ്വുള്ള മുമ്പ് PLOയോടൊപ്പം ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പൊരുതിയ ലബനീസ് നാഷണൽ മൂവ്മെന്റിന്റെ ബാക്കി പത്രമായ ലബനീസ് നാഷണൽ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പോരാളി സംഘടന ലിബറലുകളെയും ഇടതുപക്ഷക്കാരെയും മറ്റു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയും ലബനോന്റെ വിമോചനത്തിനു വേണ്ടി ഈ നവ മുന്നേറ്റത്തിൽ അണിചേർത്തു. ശീത യുദ്ധം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന കാലമായതിനാൽ ലോക ശാക്തിക ചേരികൾ ഈ നിരന്തര പോരാട്ടത്തെ അവഗണിച്ച മട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരുന്ന പിന്തുണയിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. കൃത്യമായ പരീക്ഷണമോ ആസൂത്രണമോ പദ്ധതികളോ ഇല്ലാതെ നടത്തുന്ന മിന്നലാക്രമണങ്ങളായിരുന്നു PLOയുടെ രീതി. വിവേകത്തിനേക്കാൾ വികാരത്തിൻ്റെ തീവ്രതയിൽ നടത്തുന്ന ഈ പോരാട്ടങ്ങൾ ഇസ്രായേലിൻ്റെ സൈനിക ശക്തിക്ക് മുൻപിൽ ഒട്ടും ഫലപ്രദമായിരുന്നില്ല. എന്നാൽ ഇറാഖ് യുദ്ധത്തിൽ പയറ്റിത്തെളിഞ്ഞ 1500ഓളം വരുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പിൻ്റെ നേരിട്ടുള്ള കാർമ്മികത്വത്തിലായിരുന്നു ഹിസ്ബുല്ലയുടെ രൂപീകരണവും പരീക്ഷണവും. റോക്കറ്റുകളടക്കമുള്ള അത്യാധുനിക ആയുധങ്ങളും ചിട്ടയായ യുദ്ധാഭ്യാസങ്ങളും മികച്ച പോരാട്ട തന്ത്രങ്ങളും ഗറില്ല യുദ്ധമുറയിലെ പ്രാവീണ്യവും അവരെ ഒരു വേള ലബനീസ് സൈന്യത്തിനേക്കാൾ ഒരു പടി മുന്നിൽ നിർത്തി. ഔദ്യോഗികമായി 1985 അൽ മുസാവിയുടെ നേതൃത്വത്തിൽ ബെയ്റൂട്ട് ആസ്ഥാനമായി ഹിസ്ബുല്ല സ്ഥാപിതമാക്കുന്നത്. സൈനിക വിഭാഗം, അർദ്ധ സൈനിക വിഭാഗം, രാഷ്ട്രീയ വിഭാഗം, രഹസ്യാന്വേഷണ വിഭാഗം, അങ്ങനെ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രത്തിൻ്റെ സൈന്യത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഈ ഷിയ മിലീഷ്യയ്ക്ക് ഉണ്ടായിരുന്നു. വിമോചന പോരാട്ടത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഇസ്രായേൽ പിന്തുണയോടുകൂടി ദക്ഷിണ ലബനാനെ നിയന്ത്രിക്കുന്ന SLAക്ക് എതിരെ ശക്തമായ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നേതൃത്വം നൽകുന്ന വിമോചന സഖ്യം നടത്തിയത്. ശരാശരി വെറും 3000 സൈനികർ മാത്രമുണ്ടായിരുന്ന SLAക്ക് ഈ ആക്രമണങ്ങളെ തടയാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പിന്മാറിയ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെല്ലാം ഹിസ്ബുള്ള സ്ഥാനമുറപ്പിച്ചു. ലറ്റിൻ നദി കേന്ദ്രീകരിച്ച് നിലയുറപ്പിച്ച ഇസ്രായേലി സെക്യൂരിറ്റി സോണിൻ്റെ ഭാഗത്തേക്ക് SLAയെ അവർ തുരുത്തിയോടിച്ചു. അതിൻ്റെ തിരിച്ചടിയെന്നോണം ജൂതസൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ വന്നെങ്കിലും പിടിച്ചെടുത്ത തന്ത്രപരമായ കേന്ദ്രങ്ങളിൽ നിന്ന് പിന്മാറാതെ അവ സംരക്ഷിച്ചു പിടിക്കാൻ അവർക്ക് ആയി. ഈ തന്ത്രപ്രധാന മേഖലകളിൽ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ച് ഇസ്രായേലിൻ്റെ ഗലീലി അടക്കമുള്ള വടക്കൻ അതിർത്തിയിലെ ഗ്രാമങ്ങളിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിൻ്റെ സ്വൈര്യം അവർ കെടുത്തിക്കൊണ്ടേയിരുന്നു. ആകാശമാർഗത്തിലൂടെ ഈ റോക്കറ്റ് വിക്ഷേപണികൾ തകർക്കാൻ ഇസ്രായേൽ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും വീണ്ടും വർദ്ധിത വീര്യത്തോടെ അവയെല്ലാം പുനഃസ്ഥാപിച്ച് ഹിസ്ബുള്ള വടക്കൻ പ്രദേശങ്ങളിലെ
ജനങ്ങളെയും ഭരണകൂടത്തെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഇതിനു പുറമെ ഗറില്ല പോരാട്ടങ്ങളും ഇസ്രായേൽ സെക്യൂരിറ്റി സോണിന് നേരെ ഹിസ്ബുള്ള കടുപ്പിച്ചെങ്കിലും അതുപക്ഷെ വേണ്ടത്ര ഫലപ്രദമായിരുന്നില്ല. ശക്തമായ ഇസ്രായേലി പ്രതിരോധ നിരയ്ക്ക് മുമ്പ് അവ പരാജയപ്പെട്ടു. ഹിസ്ബുള്ള നേടുന്ന ഈ മുന്നേറ്റങ്ങൾ ലബനീസ് ജനസാമാന്യത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവർ വർദ്ധിത വീര്യത്തോടുകൂടി വിമോചന സഖ്യത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. തങ്ങളുടെ പ്രോക്സികളായ SLAക്ക് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ മുന്നേറുന്ന വിമോചന സഖ്യത്തെ തടഞ്ഞ് ദക്ഷിണ ലെബനാനെ തങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇസ്രായേലി സൈന്യം ആ ഭാഗത്ത് തങ്ങളുടെ സൈന്യത്തെ തന്നെ വിന്യസിക്കാൻ പദ്ധതിയിട്ടു. സുഗമമായ കരമാർഗങ്ങളിലായിരുന്നു ഇസ്രായേൽ സേന അതുവരെ തങ്ങളുടെ സൈന്യത്തെ സെക്യൂരിറ്റി സോണിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്നത്. വലിയ സൈനിക വിന്യാസം നടത്താൻ ഇസ്രായേൽ പദ്ധതി ഇടുന്നുണ്ടെന്ന് ഇസ്രായേലി പട്ടാളത്തിൽ നുഴഞ്ഞു കയറിയ ചാരന്മാർ വഴി മനസ്സിലാക്കിയ ഹിസ്ബുള്ള അതിനെ പ്രതിരോധിക്കാൻ അതിർത്തി പ്രദേശങ്ങൾ പൂർണ്ണമായും ലാൻഡ് മൈനുകളാൽ നിറച്ചു. ഈ നീക്കം മനസ്സിലാക്കാൻ പരാജയപ്പെട്ട സയനിസ്റ്റ് സൈന്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. കരമാർഗം അതിർത്തി കടക്കാൻ ശ്രമിച്ച പല സൈനിക വ്യൂഹങ്ങളും മൈനുകളിൽപ്പെട്ട് ചിന്നിച്ചിതറി. ഇതിനിടെ SLA പൂർണ്ണമായും തകരുകയും അവർ പോരാട്ടം അവസാനിപ്പിച്ച് കീഴടങ്ങുകയോ നേതാക്കൾ ഇസ്രായേലിലേക്ക് ഓടിപ്പോവുകയോ ചെയ്തു. ലറ്റിൻ നദിക്കരയുടെ തീരത്തേക്കുള്ള സെക്യൂരിറ്റി സോണിലേക്ക് മാത്രമായി ഇസ്രായേലിൻ്റെ അധിനിവേശം ചുരുങ്ങി. ദ്രുതഗതിയിലുള്ള സൈനിക നീക്കം അനിവാര്യമായി വന്ന ഇസ്രായേൽ സേന പിന്നീട് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് സൈന്യത്തെ വടക്കൻ അതിർത്തിയിൽ വിന്യസിക്കാൻ തുടങ്ങി. ചിലവേറിയതും അപകടകരവുമാണെങ്കിലും അവരുടെ മുന്നിൽ കുഴിബോംബുകൾ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. കൂടുതൽ സേനയെ എത്തിയപ്പോൾ ഹിസ്ബുള്ളയുടെ വേഗത്തിലുള്ള മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഹിസ്ബുള്ളയുടെ വടക്കൻ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള റോക്കറ്റ് ആക്രമണങ്ങളും അതിർത്തി പ്രദേശങ്ങളിലെ ഗറില്ല പോരാട്ടങ്ങളും മിന്നൽ പ്രണവുകളുള്ള ആക്രമണങ്ങളും ഫലപ്രദമായി തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. ലബനോൻ അതിർത്തിയിൽ സെക്യൂരിറ്റി സോൺ വഴി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചത് തന്നെ തങ്ങളുടെ വടക്കൻ മേഖലയെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഈ ലക്ഷ്യം പൂർണ്ണമായി ഇസ്രായേലിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. അതിനു പുറമെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദവും ആഭ്യന്തരമായി ജനങ്ങൾക്ക് സർക്കാരിലുണ്ടായ അവിശ്വാസവും ഇസ്രായേലിനെ വീർപ്പുമുട്ടിച്ചു. തങ്ങളുടെ സുരക്ഷയ്ക്ക് യാതൊരു പരിഹാരവും കാണാൻ സാധിക്കാത്ത ആ അധിനിവേശത്തെ ഇസ്രായേൽ ജനത എതിർത്ത് തുടങ്ങിയിരുന്നു. ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ടായിരുന്നു 1997 ഇസ്രായേലിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഹെലികോപ്റ്റർ ദുരന്തം സംഭവിക്കുന്നത്. വടക്കൻ മേഖലയിലേക്ക് സൈനികരുമായി പറന്ന ഇസ്രായേലിൻ്റെ 2 വായുസേന ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് 73 സൈനികർ കൊല്ലപ്പെട്ടു. ഈ സംഭവം കൂടിയായപ്പോൾ ഇസ്രായേൽ ജനത പൂർണ്ണമായും അധിനിവേശത്തിന് എതിരായി. ഫോർ മദർ മൂവ്മെൻറ്റുകൾ പോലുള്ള മുന്നേറ്റങ്ങളിൽ ആടിയുലഞ്ഞ ഇസ്രായേൽ ഭരണകൂടം 1999 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണത്തിലേറിയ യഹൂദ് ബാരക്കിൻ്റെ നേതൃത്വത്തിൽ 2000 മെയ് 24 ഐക്യരാഷ്ട്രസഭയെ നിശ്ചയിച്ച തങ്ങളുടെ അതിർത്തിയിലേക്ക് ഏകപക്ഷീയമായി പിന്മാറി. എന്നാൽ അതിർത്തിയിൽ ഷബ എന്ന പേരിലറിയപ്പെടുന്ന ഒരു ചെറിയ പ്രദേശവും അതേ പേരിലറിയപ്പെടുന്ന ഒരു ഫാമും ഇസ്രായേൽ കൈവശം വയ്ക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ പിന്മാറ്റം ഹിസ്ബുള്ളയുടെയും ലബനാനിൻ്റെയും വിജയമായിരുന്നു. 15 വർഷം നീണ്ട വിമോചന പോരാട്ടത്തിൻ്റെ വിജയം ആ ജനത ദേശീയ വിജയമായി ആഘോഷിക്കുകയും ആ ദിവസം 2000 മെയ് 25 പൊതു അവധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഷബ ഫാം കൈവശം വെച്ചുള്ള ഇസ്രായേലിൻ്റെ പിന്മാറ്റത്തെ പൂർണ്ണമായി വിമോചനമായി കാണാൻ ഹിസ്ബുള്ള തയ്യാറായിരുന്നില്ല. അവർ ഇന്നും അത് തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അന്നു മുതൽ
ഷബാത്ത് സംഘർഷം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. ഇസ്രായേലിൻ്റെ യുദ്ധചരിത്രത്തിലെ ഒരു കറുത്ത പാടായിരുന്നു ഹിസ്ബുള്ളയോട് ഏറ്റ പരാജയവും ദക്ഷിണ ലെബനാനിൽ നിന്നുള്ള പിന്മാറ്റവും.